ഞങ്ങൾ ഒരു യാത്രയിലാണ്, ഒരു ക്ഷേത്ര ദർശനം. എൻ്റെ കുടുംബക്ഷേത്രമായ പന്തളം കടയ്ക്കാട്ട് ദേവീ ക്ഷേത്രമാണ് കാണുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പോയതാണ്. വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രം, ദേവീ ക്ഷേത്രമാണ്. ഞാൻ എൻ്റെ ചെറിയ കാലം മുതൽ അവിടെ പോകാറുണ്ട്. എൻ്റെ അമ്മയുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ വർഷത്തിൽ 1-2 പ്രാവശ്യം അവിടെ പോകാതിരിക്കത്തില്ല. പണ്ട് മുതലേ, കുഞ്ഞുനാളിൽ മുതലേ ഞങ്ങൾ അമ്മയുടെ കൂടെയൊക്കെ. അപ്പോൾ അവിടെ അമ്പലത്തിൽ പോയ സമയത്ത് നിങ്ങളെയും കൂടെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ ആണ്. ഇതുപോലുള്ള ക്ഷേത്ര ദർശനങ്ങളും നമ്മളുടെ യാത്രയും ഒക്കെ നമ്മൾ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് മറ്റൊരു ചാനലുണ്ടെന്നറിയാം, ഋഷിയോഗ അക്കാഡമി. അത് നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലതിക ആൻഡ് ഫാമിലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ വലിയൊരു കാവുണ്ട്. വളരെ പ്രാധാന്യമർഹിച്ച കുടുംബക്ഷേത്രത്തിലെ കാവാണ്. ഭയങ്കര കാടാണ് അവിടെ എല്ലാം. കാട്ടിൻ്റെ നടുവിലാണ് ആ സർപ്പക്കാവ്. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് തൊഴാറുണ്ട്. ചുറ്റും കാടിൻ്റെ നടുവിലാണ് നാഗരാജാവ് ഇരിക്കുന്നത്. നമ്മുടെ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഇത് പന്തളം കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം, കടയ്ക്കാട്ട് ദേവീ ക്ഷേത്രം. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ചുറ്റും ഒരുപാട് കാട് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ശബരിമലയൊക്കെ പന്തളം കാവാണ്. ഇത് കഴിഞ്ഞിട്ട് പന്തളം കൊട്ടാരമൊക്കെ കാണാൻ പോകുന്നുണ്ട്. പന്തളം കൊട്ടാരത്തിൽ ഇപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തിരുവാഭരണമൊക്കെ നേരിൽ കാണാനുള്ളൊരു അവസരമുണ്ട്. നല്ല ആളൊക്കെ ആയിരിക്കും. എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് ഈ സമയത്ത് വന്നാൽ, വർഷങ്ങൾ പഴക്കമുള്ള അമ്പലമാണ്. പിന്നെ അത് കുറച്ച് പുതുക്കിയൊക്കെ എടുത്തതാണ്. എൻ്റെ ചെറിയ കാലത്തൊക്കെ വരുന്ന സമയത്ത് വളരെ ചെറിയ അമ്പലമായിരുന്നു. പക്ഷേ ഇപ്പം വലിയ ദേവീ ക്ഷേത്രമാക്കി എടുത്തിരിക്കുകയാണ് അവിടെ എല്ലാം. ഇപ്പം കല്യാണങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട്. വലിയ ഉത്സവവും പ്രതിഷ്ഠാദിനവും ഒക്കെ ആഘോഷിക്കും. സപ്താഹവും എല്ലാ വർഷവും സപ്താഹവും ഒക്കെ നടത്തുന്ന ക്ഷേത്രമാണ്. സപ്താഹം, നവാഹം അങ്ങനെയൊക്കെയുള്ള. കുറേ വീഡിയോകൾ ഞാൻ ഇടാറുണ്ട്. എല്ലാം നിങ്ങൾ കാണണം. പിന്നെ ഞങ്ങൾ അവിടുന്ന് വന്ന് പന്തളം കൊട്ടാരത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ ഈ ഒരു സമയം തിരുവാഭരണം കാണാനുള്ള ഒരു അവസരം ഭഗവാൻ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പോയി ശബരിമലയിൽ പോയി കാണാനുള്ള ഒരു സാഹചര്യമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നിന്ന് കൊട്ടാരത്തിൽ വന്ന് ഞങ്ങൾ എല്ലാ വർഷവും, മിക്ക വർഷവും വന്ന് കാണാറുണ്ട്. നന്നായിട്ട് തന്നെ തിരുവാഭരണം നമുക്ക് നേരിൽ കാണാൻ സാധിക്കും. അങ്ങനെ കൊട്ടാരവും എല്ലാം നമുക്ക് കാണാനുള്ളൊരു സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നല്ല വഴിയോര കാഴ്ചകളും കച്ചവടങ്ങളും ഒക്കെയാണ്. ഒരു ഉത്സവ സീസണാണല്ലോ ഇപ്പം ശബരിമല സമയം. ആ സമയത്ത് പോകുമ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം. ഒരുപാട് ഭക്തന്മാർ ഇവിടെ വന്ന് എത്താറുണ്ട്. ശബരിമലയിൽ പോകുന്നവരെല്ലാവരും, മിക്കവരും ഇവിടെ വന്ന് തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ, എല്ലാ ആൾക്കാരും, എല്ലാ ഭക്തന്മാരും. കോയിക്കൽ ക്ഷേത്രത്തിലും അയ്യപ്പൻ ഭഗവാൻ വളർന്ന സ്ഥലവും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊച്ചിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്ന് കാണാൻ സാധിക്കും. വെളിയിൽ നിന്ന് എടുത്ത് അവിടെ ആളില്ല. ഞങ്ങൾ 4 പേരും കൂടിയാണ് വന്നത്. പിന്നെ അതുകൂടാതെ എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ടും കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനിതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെയും കൂട്ടി വന്നത്. കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇന്ന് ഞങ്ങളിപ്പോൾ പോയ സമയത്ത് നല്ല തിരക്കില്ലായിരുന്നു. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഒരു മണ്ഡലകാലത്ത്. പക്ഷെ അന്നത്തെ ദിവസം കുറച്ച് തിരക്ക് കുറവായിരുന്നു. തിരുവാഭരണമൊക്കെ കാണാൻ ഭയങ്കര തിരക്കിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട്. തിക്കും തിരക്കിലും നിന്നിട്ടുണ്ട്. അവിടെ
ഇപ്പോഴുള്ള തമ്പുരാട്ടിയൊക്കെ കൊട്ടാരത്തിലേക്ക് നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു വാതിൽ കയറുന്നത് വരേ ഉള്ളൂ. ബാക്കി നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട് കാണാനും ഒക്കെ നമുക്ക് പറ്റി. അവിടം വരെ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കൊട്ടാരത്തിലേക്ക് പോകുന്ന അവിടെ തിരുവാഭരണം വെച്ചേക്കുന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങളിനി പോകുന്നത്. അത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. നമുക്ക് നേരിട്ട് കാണാമല്ലോ. ശബരിമലയിൽ പോയാൽ പോലും നമുക്ക് അത് നേരിട്ടൊന്നും കാണാനുള്ള അത്രയ്ക്കും അടുത്തൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇത് നമുക്ക് ഓരോരുത്തർക്കും നേരിട്ട് ഭഗവാൻ ധരിക്കുന്ന എല്ലാ ആഭരണങ്ങളും നമുക്കവിടെ കാണാൻ പറ്റി. വളരെ സെക്യൂരിറ്റി ആയിട്ടൊക്കെയാണ് നമുക്ക് വെച്ചേക്കുന്ന. സെക്യൂരിറ്റിയുടെ ഒരു ഇതിലാണ് നമുക്ക് കാണുന്നത്. പക്ഷേ എല്ലാം ഭംഗിയായിട്ട് കാണാം. അതിനൊരു ക്യൂ ആണ്. അതിന് വലിയ ക്യൂ ആണ് സാധാരണ ഞങ്ങൾ പോകുമ്പോൾ. പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോയ ദിവസം ഇത്തിരി തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കയറിപ്പോകാൻ പറ്റും. ഈ ക്യൂ നിൽക്കുന്നിടം വരെ നമുക്ക് എടുക്കാനുള്ള ഒരു ഇതുള്ളൂ. അകത്തോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അകത്ത് നല്ല കാഴ്ചകളാണ്. അത് കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ശബരിമലയിൽ പോയില്ലെങ്കിലും നമുക്കിവിടെ നിന്നുകൊണ്ട് ഭഗവാന്റെ ആഭരണങ്ങൾ അത് കാണുക എന്നുള്ളതൊരു മഹാപുണ്യമാണ്, ഭാഗ്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും പന്തളത്ത് വന്ന് അത് കാണാൻ നോക്കുക. പിന്നെ കോയിക്കൽ ക്ഷേത്രത്തിലും ഉണ്ട്. അവിടെയും ഞങ്ങൾ കയറി. അവിടെയും എല്ലാം തൊഴുതിട്ടാണ്. അയ്യപ്പൻ വളർന്ന സ്ഥലമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്നത് തന്നെ നമുക്കൊരു മഹാഭാഗ്യമാണ്. കാണാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണുകയും തൊഴുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. ഒരുപാട് പേര് ശബരിമല വരെ പോകാൻ സാധിക്കാത്തവർ ഇവിടെ വന്ന് തൊഴുതിട്ടൊക്കെ പോകാറുണ്ട്. എന്തായാലും എല്ലായിടവും നമുക്ക് കയറി കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അത് തന്നെ ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ പോയത് വെട്ടിക്കോട്ടാണ്. വെട്ടിക്കോട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. എല്ലായ്പ്പോഴും നമ്മൾ മണ്ണാർശാലയിലാണ് പോകുന്നത്. ഇപ്പോഴും പോയി മണ്ണാർശാല. ഇത് വെട്ടിക്കോട്ട് ക്ഷേത്രമാണ്. നാഗരാജ ക്ഷേത്രം അറിയാമല്ലോ. അത് പ്രാധാന്യമുള്ള നാഗരാജ ക്ഷേത്രമാണ് വെട്ടിക്കോട്. അപ്പോൾ അവിടെ ഇറങ്ങി ഇനി അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംശയമായിരുന്നു പോകാൻ ചെല്ലുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കും. പലരും പറഞ്ഞ് അമ്പലം അടയ്ക്കാറായെന്ന്. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും അമ്പലം അടയ്ക്കാതെ തന്നെ ആ ദീപാരാധനയും പൂജയും ഒക്കെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. എല്ലാം നന്നായിട്ട് തന്നെ ഞങ്ങൾ കണ്ടു തൊഴുതു. ആ സമയം അവിടുത്തെ പൂജ നടക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് വെട്ടിക്കോട്ട് പോകുന്നത്. എപ്പോഴും നമ്മൾ മണ്ണാർശാലയാണ് പോകാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം അവിടെ ഒന്ന് പോകണമെന്ന് തോന്നി. അങ്ങനെ എല്ലാവരുമായിട്ട് എന്നാൽ പിന്നെ അങ്ങനെ അവിടെയും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം മുഴുവനും കാടാണ്. ഭയങ്കര കാടും ഒക്കെയാണ്. ചുറ്റുമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര കാട്. അതിൻ്റെ നടുക്ക് തന്നെയാണ് ക്ഷേത്രം. അമ്പലത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതിൻ്റെ ആദ്യം തന്നെ വേറൊരു ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞാണ് നാഗരാജ ക്ഷേത്രം. അങ്ങനെ അവിടെ പൂജ സമയമൊക്കെ ആകാറായി. ചുറ്റും ഇങ്ങനെ കാടാണ്. ഞങ്ങൾ ചെന്ന സമയം വളരെ നല്ലൊരു സമയമായിരുന്നു. പൂജ തുടങ്ങാനായിട്ട് അമ്പലം അടയ്ക്കാൻ പോകുന്നു. പക്ഷേ അമ്പലം അടച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് നന്നായിട്ട് ആ പൂജയും ദീപാരാധനയും ഒക്കെ കാണാനും വഴിപാടൊക്കെ ചെയ്യാനും എല്ലാം ഒരു അവസരമുണ്ടായി. ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് പൂജ കാണാൻ. അമ്പലം അടച്ചു. അങ്ങനെ എല്ലാവരും ആ ദീപാരാധന പൂജ കാണാനുള്ള നിപ്പിലാണ്. നന്നായിട്ട് നമുക്ക് അത് നല്ല സമയം ആ പൂജ കാണുക എന്നത്. നട തുറക്കുന്നവരെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു.
അവിടെ ചുറ്റുമൊക്കെ കാണാനും ഭയങ്കര ഭംഗിയാണ്. സർപ്പക്കാവാണ് ഈ കാണുന്നത്. ഭയങ്കരമായ കാവാണ്. ചുറ്റും നല്ല കൊടും കാടാണ് അവിടെ. ഒരുപാട് ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നിർത്തലില്ല, എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ക്ഷേത്രത്തിലും ഞങ്ങൾ കയറിയായിരുന്നു. അവിടെയും അതിനോടനുബന്ധിച്ചുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്, നാഗരാജാവിൻ്റെ തന്നെ ഒരു ക്ഷേത്രമാണ്. നാഗരാജാവാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. അവിടെ എല്ലാം ചുറ്റും സർപ്പദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണ്. അതിൽ കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയും ഭാഗ്യവും ഒക്കെയാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെയും ഞങ്ങൾ തൊഴുത് വഴിപാടൊക്കെ ചെയ്ത് എല്ലായിടവും തുറന്നിരുന്ന് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. എല്ലായിടവും ഇങ്ങനെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റും എവിടെ നോക്കിയാലും നാഗവിഗ്രഹങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. രാവിലെ ഇറങ്ങിയതാണ്, 6 മണിക്ക് ഇറങ്ങിയതാണ്. നേരം കുറേ ഉച്ച സമയമായി. അങ്ങനെ ഇനി വീട്ടിലോട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. എൻ്റെ മറ്റേ വീഡിയോ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ നമ്മൾ കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഈ യാത്രകളും അമ്പലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളും എല്ലാം നിങ്ങൾക്കും കൂടെ കാണത്തക്ക രീതിയിൽ ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. എല്ലാവരും കാണുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അമ്പലത്തിൻ്റെ ചുറ്റമ്പലവും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചിനി വീട്ടിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോഴത്തേക്ക് നല്ല വെയിലായി. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും അമ്പലങ്ങളൊക്കെ. എന്നാലും ഒന്നുകൂടി കണ്ടുകൊള്ളുക. കാണാത്തവർക്കും അത് കാണുന്നത് ഒരു മഹാഭാഗ്യവും സന്തോഷവുമായിരിക്കും. ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ അമ്പലങ്ങളെക്കുറിച്ചൊക്കെ ഇടുക, നിങ്ങൾ യാത്ര പോകുന്നതൊക്കെ കാണിക്കുക. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് അങ്ങനെ പറയാറുണ്ട്. അപ്പോഴതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പോകാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഋഷിയോഗ അക്കാഡമിയിലെ ചാനൽ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇത് മണ്ണാർശാല അമ്പലത്തിലെ കുളമാണ്, ആമ കിടക്കുന്ന കുളം. അപ്പോൾ അതുമാത്രം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. മണ്ണാർശാലയിൽ ഞങ്ങൾ പോയിരുന്നു. അവിടുത്തെ കുളമാണ്. മണ്ണാർശാലയിലെ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. നന്ദി.